ശിവഗിരി മഠം സന്ദർശിച്ച പശ്ചിമ ബംഗാൾ ഗവർണർ CV ആനന്ദബോസ്. ശിവഗിരിയിലെത്തിയ ഗവർണർ ആനന്ദബോസിനെ ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദ സ്വീകരിച്ചു. ആത്മീയതയിൽ അധിഷ്ഠിതമെങ്കിലും മാനവികതയിൽ ഊന്നൽ നൽകുന്നതാണ് ശ്രീനാരായണ ഗുരുദേവ ദർശനമെന്ന് CV ആനന്ദബോസ് പറഞ്ഞു. ഇന്നലെയാണ് പശ്ചിമ ബംഗാൾ ഗവർണർ CV ആനന്ദബോസ് ശിവഗിരിയിലെത്തിയത്. മഹാസമാധിയിൽ പ്രണാമമർപ്പിച്ച് പ്രദക്ഷിണം വെച്ച ശേഷം ശിവഗിരി മഠം ഗസ്റ്റ് ഹൌസിൽ ചർച്ച നടത്തി. ശ്രീനാരായണ ഗുരുദേവ ദർശനം ആത്മീയതയിൽ അധിഷ്ഠിതമെങ്കിലും മാനവികതയിൽ ഊന്നൽ നൽകുന്നതാണെന്ന് CV ആനന്ദബോസ് പറഞ്ഞു. ഗുരുദേവന്റെ ആധ്യാത്മിക ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന ശിവഗിരിയിൽ എത്താൻ കഴിഞ്ഞത് തന്റെ ഭാഗ്യമാണെന്ന് വിശ്വസിക്കുന്നുവെന്നും വീണ്ടും വീണ്ടും ഇവിടേക്ക് എത്തണമെന്ന ആഗ്രഹം മനസ്സിലുണ്ടെന്നും ആനന്ദബോസ് വ്യക്തമാക്കി. ശ്രീനാരായണ ഗുരുദേവന്റെ ആധ്യാത്മിക ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന ഈ സ്ഥലത്ത് വരാൻ സാധിക്കുന്നത് വലിയ ഭാഗ്യമായി ഞാൻ കരുതുന്നു. ഞാനിവിടുത്തെ ഒരു സ്ഥിരം സന്ദർശകനായിരുന്നു. കൊല്ലത്ത് ജില്ലാ കളക്ടറായിരുന്ന വേളയായിരുന്നു. അതിനുശേഷം ഗുരുദേവ ദർശനത്തിന്റെ അലൗകികമായ ചൈതന്യം ഉൾക്കൊള്ളാൻ കഴിഞ്ഞ ഒരു എളിയ വ്യക്തിയാണ് ഞാൻ. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്ന് പറയുന്ന വിശ്വദർശനം വിശ്വചക്രവാള മേഖലകൾ പോലും ലംഘിച്ച് കടന്നിരിക്കുകയാണ്. ആത്മീയതയിൽ അധിഷ്ഠിതമെങ്കിലും മാനവികതയ്ക്ക് ഊന്നൽ നൽകുന്ന ഒരു ദർശനമാണ്. അതുപോലെ സംഘടന കൊണ്ട് ശക്തരാവുക, വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, ഇന്നും ഒരു ജനസമൂഹത്തെ തട്ടിയുണർത്താൻ പ്രാപ്തമായ ഏറ്റവും വലിയ മൂലമന്ത്രമാണിത് എന്ന് ഞാൻ കരുതുന്നു. ശിവഗിരി സന്ദർശനത്തിൽ മഠത്തിന്റെ സന്തോഷം സ്വാമി സച്ചിദാനന്ദ അറിയിച്ചു. ഡിസംബറിൽ നടക്കുന്ന ശിവഗിരി തീർത്ഥാടനത്തിന് CV ആനന്ദബോസിനെ ക്ഷണിക്കുകയും ചെയ്തു. ഗുരുപൂജ പ്രസാദവും സ്വീകരിച്ചാണ് ഗവർണർ മടങ്ങിയത്. ജനം, തിരുവനന്തപുരം.